വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു മിനി വ്ളോഗാണ്. സോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇന്ന് മൈ ഡാഡി കൂൾ വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഡാഡി കൂൾ വന്നിട്ട് നാളെ എന്തൊക്കെയാണ് പ്ലാൻ എന്നറിയോ? കടലിൽ പോകണം, സിനിമയ്ക്ക് പോകണം, പാർക്കിൽ പോകണം, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം കടലിൽ പോകാനാണ്. സോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടലിൽ പോവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ. ഇന്ന് എത്ര മണിയാവും എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 4 മണി അല്ലെങ്കിൽ 5 മണി 6 മണിയൊക്കെ ആവും എത്തുമ്പോൾ. സോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എത്തും, ചിലപ്പോൾ 2 മണിക്ക് എത്തും, 3 മണിക്ക് എത്തും, അല്ലെങ്കിൽ 6 മണിക്ക് എത്തും എന്നൊക്കെയാണ് അപ്പോൾ പറഞ്ഞേക്കുന്നത്. ലേറ്റ് ആവും. 6 മണിക്ക് എന്തോ എത്തും എന്നൊക്കെയാണ് അപ്പോൾ പറഞ്ഞേക്കുന്നത്. ശരിക്കും എനിക്കറിയില്ല. ഇവിടുത്തെ കാലാവസ്ഥ ഞാൻ കാണിച്ചു തരാം. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. റോഡിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാക്കിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. നോക്കൂ ഗൈസ്, ഫുള്ള് അലമ്പാണ്. അപ്പം ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് നന്നായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ പൊടിമഴയൊക്കെ വീഴുന്നുണ്ട്. സോ നല്ല രസമാണ് ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ എന്ത് പറയാനാ, മഴയത്തൊന്നും എനിക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ. പണ്ട് ഞങ്ങൾ അംബിക മാർക്കറ്റിലൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങനെ മഴയത്തും അതുപോലെ തന്നെ തോട്ടാപ്പള്ളിയിലായിരുന്നപ്പോൾ അവിടെയൊക്കെ കുളിക്കായിരുന്നു. സോ ഞാൻ കൂടുതൽ വീഡിയോ ഇടുന്നത് ഇവിടെ വന്നിട്ടാണ്. കൂടുതൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് തന്നെ. പിന്നെ എനിക്ക് തിങ്കളാഴ്ചത്തേക്കൊക്കെ പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ചത്തേക്ക് അങ്ങനെയൊന്നുമില്ല. എന്നാലും കുറച്ച് മലയാളം അതുപോലെയൊക്കെ കുറച്ചുണ്ട്. സോ അത് ഞാൻ ഇന്ന് പഠിച്ചു വെക്കണം. ഇന്ന് ശനിയാഴ്ചയാണ്. സോ ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ സ്റ്റുഡിയോയിൽ, അമ്മ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരും, അന്നേരം അങ്ങോട്ട് പോകും സ്റ്റുഡിയോയിലേക്ക്. എന്നിട്ട് വീട്ടിൽ വന്നിരുന്ന് വൈകുന്നേരം ചെയ്യാനുള്ള ഹോംവർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് ചെയ്യണം. സോ ഗൈസ്, ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വീഡിയോ അതൊന്നും ഇടാറില്ല. സോ അന്ന് ഞാൻ വേറൊരു ദിവസം ഞാനിങ്ങനെ ഒരു മിനി ബുക്ക്, കുറച്ച് മിനി ബുക്ക്, ആ മിനി ബുക്ക് എന്ന് പറയുമ്പോൾ ഇത്രയെങ്കിലും ഉണ്ടാവും. ഞാൻ മിനി ബുക്ക് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കുഞ്ഞു മിനി ബുക്ക്, അത് കുറച്ച് മിനി ബുക്കാണ്. സോ അത് ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ടൈമിൽ തന്നെ കറണ്ട് പോയി ഗൈസ്. പിന്നെ ഫ്ലാഷ് ആയിട്ട് ഓണാക്കി വെച്ചിട്ട് പിന്നെ കാര്യമൊന്നുമില്ല, ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ ഈ സമയം കിട്ടുമ്പോഴൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ഒരു കാര്യം കാണിച്ചു തരാം. കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. സോ അമ്മ വന്നു ഉച്ചയ്ക്ക്, അന്നേരം തന്നെ ഞാൻ ഫ്രഷായി കുളിച്ചു. സോ ഇനി ഞാൻ അമ്മയുടെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. അത് അപ്പോൾ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 6 മണിയൊക്കെ ആവും. ശരിക്കും അങ്ങോട്ട് പറയുവാണെങ്കിൽ ഒരു 6:30 6:50 ആവും. അന്നേരം കൂടെ ഉള്ളൊരു വീഡിയോ ഞാൻ എടുക്കാം. പക്ഷെ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ബാക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, അത് ഓക്കെ ഗൈസ്. നിങ്ങൾ ഓർക്കും ഞാൻ ലിപ്സ്റ്റിക്ക് ഒരു ഷെയ്ഡ് തന്നെ ആയിരിക്കും. സോ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ ബ്രൗൺ ഷെയ്ഡും പിന്നെ കടും റെഡും, നല്ല റെഡ് കളറും, അതും ഇതും കൂടെ ആദ്യം ബ്രൗൺ ഷെയ്ഡായിട്ട് ഇട്ടു. എന്നിട്ട് ഈ നടുക്ക് മാത്രം റെഡ് കളർ ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ലിപ്സ്റ്റിക് ഇല്ല, ആ കളറില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ലിപ്സ്റ്റിക് അല്ല, ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്, ഞാൻ കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കാണിക്കാൻ പോവാണ്. എനിക്ക് ഓരോന്നായിട്ട് കാണിക്കാം. ആദ്യം നമ്മുടെ ലിപ് ബാമിന് തന്നെ തുടങ്ങാം. ഇതെല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പിന്നെ കളറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എൻ്റെ അമ്മയും കൂടി ഇത് ഇടാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് ഇടുന്നത്. എൻ്റെ കൂട്ടുകാരൻ എനിക്കിത് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. പിന്നത്തെ ഞാൻ കാണിച്ചത് ഇതാണ്, ഞാൻ പറഞ്ഞ മറ്റേ ബ്രൗൺ ഷെയ്ഡ്. ഇത് നല്ല ബ്രൗൺ ഷെയ്ഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാട്ടോ ഇത്. അടുത്തതാണ് ഈ ലിപ്സ്റ്റിക്ക്. ഇതെൻ്റെ അപ്പച്ചി എനിക്ക് മേടിച്ചു തന്നതാണ്. അപ്പച്ചി മീൻസ് അച്ഛൻ. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡ് കുഴപ്പമില്ല, നല്ല രസമൊക്കെ ഉണ്ട്. അടുത്തത് ഞാൻ കാണിച്ചു തരാം. അടുത്തതാണ് കടും റെഡ് എന്ന് പറഞ്ഞത്. നല്ല റെഡാട്ടോ,
നല്ല റെഡ് കളറാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ബ്രൗൺ ഷെയ്ഡ് ഇട്ടിട്ട് പിന്നെ ഈ കാർഡും റെഡ് കളർ ഇടണം. ഓക്കെ, കഴിഞ്ഞു പപ്പ. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ മഴയൊക്കെ വേണമെന്ന്. പക്ഷെ നിങ്ങൾ കാണണം, ഒന്നും കൂടെ മഴ വീണു. എന്ത് ചെയ്യാനാ, മഴ ഇങ്ങനെ വീഴോണ്ടേ ഇരിക്കുക. നമ്മൾ നിർത്തി പേടിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ മഴേനെ. നല്ല മഴയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുൻപിലും ബാക്കിലും നന്നായിട്ട് ചളിയായിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് ഇറങ്ങണം. അല്ല, ഞാൻ ഇടയ്ക്ക് ഈ വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് ചെരുപ്പൊന്നും ഇടാതെയാണ് ഇറങ്ങുന്നത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ വരുന്ന ഭാഗം തൊട്ടങ്ങ് കാണാം. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു വരുന്നത് അതുപോലെ തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന ഉടനെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കും. അപ്പോൾ വരുന്ന അതേ ടൈമിൽ തന്നെ ക്യാമറ നമ്മളൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് അതുവരെയുള്ള നോക്കാം. അപ്പോൾ വരുന്ന ഭാഗം തൊട്ടങ്ങനെ എല്ലാവരും കണ്ടോളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. അങ്ങനെ അപ്പം വന്നു. പക്ഷേ ഇന്നലത്തെ പോലെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം വന്നത്. അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ അത് കഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഞങ്ങൾ ഉല്ലലേ പോയി. അങ്ങനെ പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം എന്തായാലും ഞാൻ അപ്പേനെ കാണിച്ചു തരാം. അപ്പം കഴിക്കുകയാണ്. അപ്പം ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി മുൻപോട്ടുള്ള വീഡിയോ നമുക്ക് അപ്പയായിട്ട് ഇട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞത് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണി 6:30 ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെയായിരുന്നു എത്തിയത്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴായിരുന്നു എത്തിയിട്ട്. ഇപ്പം ഞാൻ മോർണിംഗ് എഴുന്നേറ്റതേ ഉള്ളൂ. ഞാൻ ഷോർട്സായിട്ട് ഒരു മോർണിംഗ് ഡേ ഇടുന്നുണ്ട്, അതിടാൻ ഞാൻ. അപ്പം അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ബൈ.